അപ്പൊല്ലോസിനെയും ക്രിസ്ത്യന്റെയും അക്കിലാസിന് വേണ്ട ദൈവദാസന്മാരെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും ഇവരെല്ലാവർക്കും എതിരാ വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നതും ഞങ്ങൾ സുവിശേഷം പറയുന്നത് നല്ല കക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയാൻ ഞങ്ങൾ യഹൂദന്മാരാന്ന് പറഞ്ഞാൽ ഈ വാക്യം പെട്ടെന്ന് അവന്മാരെ വായിച്ച് മനപ്പാടമാക്കിക്കോണം. നിന്റെയൊക്കെ ഗുണവധികാരമായി എഴുതി വെച്ചേക്കുന്നു. നിന്റെയൊക്കെ വിശേഷമാ. അതുകൊണ്ട് മേലിൽ ഈ വർത്താനവിനി ഞങ്ങൾ യഹൂദന, ഇത് യഹൂദന്റെ രക്തമാണ്. കുരുതിക്കാട് പണ്ടൊരു തള്ള പറഞ്ഞു ഇത് ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാണ്, തെളിവല്ല തള്ളയുടെ കയ്യില് പട്ടല്ല തന്നെ. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ തള്ള പറഞ്ഞത്, തള്ള പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ഞാൻ നല്ല ഈ വാക്യം വായിച്ചിരിക്കാം. യേശുവിനെ കൊന്നവരാണ്. സുവിശേഷം പറയുന്നത് വിലക്കുന്നവന്മാരാണ്. ജാതികൾ രക്ഷിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. ദൈവദാസന്മാരെ ഓടിച്ചു കളഞ്ഞവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ അന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എല്ലാ മനുഷ്യർക്കും ഗുണവുമുണ്ട്. നമുക്കില്ലാത്തൊരു വിശേഷത മറ്റൊരു വ്യക്തിക്ക് ഉണ്ട്. അവർക്കില്ലാത്ത ഒരു വിശേഷത വേറൊരാൾക്കുണ്ട്. അതുകൊണ്ട് ആരും അന്യോന്യം പഠിക്കുകയും ദൂഷിക്കുകയും ചെയ്യരുത്. തന്നെത്താൻ ശോധന ചെയ്ത് അവനവന്റെ ഭാഗം ക്രമീകരിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടാതെ എടുക്കപ്പെടാതെ ഒരുങ്ങിക്കോ. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട്, ഞങ്ങളിപ്പം എല്ലാത്തിലും നല്ല പുള്ളിക്കാരൻ മാറ്റവര്. അങ്ങനല്ല. എല്ലാവരിലും നല്ല സ്വഭാവ വൈശിഷ്ട്യവുമുണ്ട്, ചീത്ത സ്വഭാവവും. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പിയോഗവും വചന ശുശ്രൂഷയും നടക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ നമ്മളിലുള്ള ചീത്ത സ്വഭാവം വീണ്ടും മാറി ഞാൻ നിങ്ങളെല്ലാം നല്ല സ്വഭാവത്തോടെ വളർന്നും തെളിഞ്ഞും വരണം. അതിനാ യോഗം. അല്ല ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പിയോഗവും വചന ശുശ്രൂഷ വെക്കുന്നത് വണ്ടി മേടിക്കാനും വീട് മേടിക്കാനും വസ്തു മേടിക്കാനും കല്യാണം നടത്താനും കാശുണ്ടാക്കാനും അതൊക്കെ ആവശ്യമുള്ളതൊക്കെ വന്നോളും. ഈ യോഗങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഞാൻ അത് കണ്ടു ഇത് കണ്ടു എന്നെ അത് കാണിച്ചത് ഇത് പറയാനല്ല. നമ്മുടെ ജീവിതത്തിലുള്ള വചനത്തിനും ഉപദേശത്തിനും പ്രമാണത്തിനും നിരക്കാത്ത നമുക്കറിയാമല്ലോ എന്തെല്ലാം ഉണ്ടെന്ന്. അതെല്ലാം ഈ വചന ശുശ്രൂഷയിൽ കേൾക്കുമ്പോൾ മാറ്റിക്കളഞ്ഞ് ഒന്നുകൂടെ ഒരുക്കപ്പെടണം. അതുകൊണ്ട് ഞാനെല്ലാം പൂർണ്ണനാ, ഞാൻ തികഞ്ഞാണ്. ഈ സഭയിൽ ഒരു വിശുദ്ധരുണ്ടെങ്കിൽ ഞാന് ഉള്ളൂ. ഈ സഭയിൽ ക്ലിയർ ആയിട്ട് ഞാനും എന്റെ മക്കള് എന്റെ പിള്ളേര് ഉള്ളൂ, വേറെ ആരും ശരിയല്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും തിരുവല്ലായി രൂപക്കൂട് അറിയുവാൻ താല്പര്യമുണ്ട്. ഹോളി ഫാമിലി കബ്രോ സഭയിലെ കണ്ടിട്ടില്ലേ? എനിക്കില്ലാത്ത വിശേഷത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത വിശേഷത മറ്റൊരു വ്യക്തിക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശേഷതകളുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ വിശേഷതകളുള്ളവരാണ്. ഇല്ലയോ? യോഗം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് വരാനൊക്കത്തില്ല. ക്ഷണ പാസ് വന്നത് കാര്യം ക്രമീകരിച്ചു. അതൊരു വിശേഷത.
വലിയ അദ്വൈതം പറയുന്ന ആൾക്കാരെന്നാ വരാതെ വകുപ്പ് പറയുന്നവരുണ്ടല്ലോ. അത് ശരിയല്ല, എന്നാ നേരത്തെ അല്ല ശില്പാസ് പറയണ്ട, ഞങ്ങൾ രാവിലെ പോലെ എല്ലാം ഒന്ന് പറയുമോ? മാത്രമേ ഞങ്ങൾ ക്ലാസ് കൊണ്ട് വന്ന് കഥാരം കയറിയിരിക്കുന്ന അല്ലാതെ മിണ്ടുന്നില്ല. എന്നിട്ട് പൊടി ഉണ്ടെന്ന എന്നാൽ രാവിലെ 8 മണിക്ക് വന്ന് 3-4 വർഷമായിട്ട് വരുന്നതല്ല, പൊടിയൊക്കെ തൂത്ത് മിണ്ടുന്നില്ല. ഞാനുണ്ട് ഈ കഴിവ് തന്നെ കണ്ടോ? നിനക്ക് കസാലിരിക്കുന്ന ചെളി ഉണ്ടെന്ന് പറയാം, മിണ്ടുന്നില്ല. നല്ല കഴിവാണ്. അപ്പൊ നിങ്ങൾക്കില്ലാത്ത കഴിവ്, എനിക്കില്ലാത്ത കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിനില്ലാത്ത കഴിവ് നിങ്ങൾക്കുമുണ്ട്. എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിശേഷത ഉള്ളവരാണ്. അല്ലാത്തവർക്ക് ഈ ഓടിനകത്ത് കയറാനൊക്കത്തില്ല. ഇവിടെ എല്ലാവരും ചിലർക്ക് വചനത്തിൽ നല്ല തിട്ടമുള്ളവരുണ്ട്, ചിലർക്ക് പാട്ട് പാടാൻ താളബോധമുള്ളവരുണ്ട്, ചിലര് കൈയടിച്ച് താളം തെറ്റിക്കുന്നവരും. അത് കഴിവാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവാണ്, ചിലർക്ക് അത് കേട്ടിരിക്കാൻ നല്ല. ഈ പ്രസംഗിക്കുന്ന എല്ലാവരും ഒന്നും കേട്ടിരിക്കുകയല്ല. അത് പ്രസംഗിച്ച അവരുടെ വാട് നോക്കി നിങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ചിലർ നന്നായിട്ട് ഇവിടെ പ്രസംഗിക്കും, പക്ഷെ വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ലെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ഡിത ശിരോമണിമാരൊക്കെ ഒത്തിരി വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഞാനിതൊക്കെ ശ്രദ്ധിക്കും. ചില പറയാം ഞാൻ അതേ ശ്രദ്ധിക്കുള്ളൂ പക്ഷേ വേറെ ഒന്നും ഞാൻ അങ്ങനെയുള്ളവരുമാണ്. ഞാൻ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. സ്റ്റേജിൽ എന്താ നടക്കുന്നതാണ് ഞാൻ ഇങ്ങനെയാണ്. അത് തന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അതൊരു കൈമാറട്ടോ. അവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കളകിക്കുവാണ്. വേറൊരാൾ പ്രസംഗിച്ചാൽ അവരെ മൈൻഡ് ചെയ്യത്തില്ല. ഒന്ന് കൈയടിക്കുവോ യോജിക്കുവോ ഇതൊന്നും നല്ല സ്വഭാവമല്ല. പക്ഷെ വചനത്തിനൊക്കെ നല്ല കിട്ടമായിരിക്കും. പക്ഷെ അവർക്കില്ലാത്ത വിശേഷതയാ ഇത് കേട്ട് ആസ്വദിക്കുന്നവര്. പിടികിട്ടോ? എല്ലാവർക്കും വിശേഷതയുള്ളവരാണ്. വാക്യം വായിച്ചു തരുന്നത് അവര് ദൈവകൃപയാ. എല്ലാവരെയും കൊണ്ട് ഞാൻ മൊത്തം വരികയല്ല. സ്തോത്രം. എല്ലാവരും കൊണ്ട് നോക്കത്തില്ല. ചില നന്നായിട്ട് കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കും, ചില നല്ലതുപോലെ പ്രാർത്ഥിക്കും. ചിലക്ക് ഇതിനൊന്നും കഴിവില്ലെങ്കിലും അടുക്കളയിൽ പെരുമാറാൻ അതും വിശേഷതയല്ലേ. അന്നാവിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിലും അടുക്കളയിൽ നന്നായ ഭക്ഷണം തരുമോ? വേണ്ടുന്നില്ല. അതിന് കഴിവുള്ളവരുണ്ട്. സ്തോത്രം. ചിലര് ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാൻ അതൊരു വിശേഷതയാണ്. കുഞ്ഞുങ്ങള് ഇപ്പൊ തന്നെ മൈക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നത് അതൊരു നിങ്ങളെ കൊണ്ടുപോകുമോ? തന്നെ നിൽക്കാൻ ഗപ്പം കിടയില്ല, പിന്നെ ആ മൈക്കുമായിട്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വിശേഷതകളുള്ളവരാണ്, ദൈവത്തിന് വന്നത്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ പുണ്യാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഈ വഴി സകല. അത് കിട്ടിക്കരുത്. എനിക്കില്ലാത്ത വിശേഷം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കില്ല. ഇവിടെ തമ്പേർ വായിക്കുന്നു ശുഭാഷണ മോന് അത് വിശേഷതയാണ്. സ്തോത്രം. ഇപ്പൊ തന്നെ ഇത് എടുക്കുന്നു, അതൊരു പ്രത്യേകതയാണ്. സ്തോത്രം. ആ പ്രാർത്ഥനാ വിഷയം സ്റ്റേജിലോട്ട് കൊണ്ട് തന്നു. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ടാകുന്ന ചില വിഷയം ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാൻ അവര് രാത്രി മുഴുവൻ പോരാടി നമ്മളോ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഓരോ വിശേഷത ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട്
ഞാൻ മാത്രമേ ശരിയുള്ളൂ, മറ്റാരും ശരിയല്ല, ഞങ്ങളുടെ വീട്ടുകാരാ പെർഫെക്റ്റ്, മറ്റേ വീട്ടുകാര് ശരിയല്ല. അങ്ങനൊന്നും ധരിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ നടത്തണം. വിശേഷത്തിലുണ്ട്, ന്യൂനതകളുണ്ട്. അപ്പോൾ ഈ യോഗങ്ങളും വളരെ ശുശ്രൂഷയും ആരാധനയും ഈ ശുശ്രൂഷയും നടക്കുന്നതെന്തിനാണ് ചോദിച്ചാൽ നമ്മളിലുള്ള ന്യൂനതകളെല്ലാം മാറണം. അത് മാറിയിട്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വിശേഷത ഒന്നുകൂടെ വർദ്ധിപ്പിച്ച് എല്ലാത്തിലും ഉപരി വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങണം. എന്നെ നിന്നക്കാരി എത്തുത്തോ നീ എന്നെ നിന്നക്കാരി കൊടുത്തോ നീ നിന്നെ ഓരോരുത്തരും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നാണ് ഇതാ പ്രമാണം. ആ സഹോദരി കൊള്ളുകയല്ല, ആ അമ്മ കൊള്ളുകയല്ല, ആ ബ്രദർ കൊള്ളുകയല്ല, ഈ കുഞ്ഞു കൊള്ളുകയല്ല, അങ്ങനെ പറയരുത്. നമ്മളേക്കാൾ അവർ ശ്രേഷ്ഠനെന്ന് അതാ പ്രമാണമാണ്. വലിയ ബുദ്ധിമുട്ടാണ് എന്റെ എണ്ണ. അല്ലാത്ത കാര്യമെല്ലാം നമ്മൾ എണ്ണി വെച്ചിരിക്കുക. അവളെതിരെയൊക്കെ പോയി, അവനെതിരെയൊക്കെ പോയി, അവരെങ്ങനെ, അവരുടെ വീട്ടിലെങ്ങനെ, അവരെങ്ങനെ, ഇവന്റെ അപ്പൻ എങ്ങനെ, വലിയപ്പൻ എങ്ങനെ, ഇതെല്ലാം എണ്ണാൻ നല്ല വിടുന്നില്ല. ആ വീട്ടിൽ എത്ര പേരുണ്ട്, അവരെങ്ങനെയൊക്കെയാ, ആരൊക്കെയാ, പുള്ളിക്കാരൻ നേരത്തെ കെട്ടിയതാണോ, പുള്ളിക്കാരിയെ നേരത്തെ കെട്ടിച്ചതാണോ, അതിൽ എത്ര പിള്ളേരുണ്ട്, അതിന്റെ പേര്, ഇതെല്ലാം എണ്ണും. എണ്ണുക മാത്രമാണോ? വിളിച്ചു പറയാൻ പറ്റില്ല, ചെന്നാണെങ്കിൽ ഇതൊന്നും അല്ല എണ്ണേണ്ടത്. മറ്റുള്ളവരെ നമ്മളെക്കാൾ അങ്ങനെ എണ്ണിക്കും. ഇവിടത്തെ പ്രമാണം ഓരോരുത്തർ സ്വന്തം ഗുണമല്ല, എല്ലാം അറിയാമോ? സ്തോത്രം സ്വന്തം ഗുണമല്ല, പിന്നെ വേറെ പുസ്തക പ്രമാണമല്ല. സ്വന്തം കാര്യം ചിന്താവാം, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. അത് നമുക്ക് ഭാഗം വിട്ടേക്കാം. ഇവിടെ എബ്രായ ലേഖനം 20 ലേഖനമാണ്. യഹൂദ മതത്തിൽ നിന്ന് അനേകർ യേശുവിന്റെ പിന്നാലെ വന്നു. പ്രാരംഭത്തിൽ വളരെ തീക്ഷ്ണതയോടെ വന്നത് അല്ലേ, ഇടക്കാലത്ത് ക്ഷീണിച്ചു. അതുകൊണ്ടാണ് തളർന്ന കയ്യും കുഴഞ്ഞ കുഴഞ്ഞാണ്. കൈവൊക്കെ തളർന്നു, കാലുമൊക്കെ കുഴഞ്ഞു. 6-ാം അധ്യായത്തിലുണ്ട് മന്നത. അപ്പൊ മന്നതയായി, കൈ കുഴഞ്ഞു, കാല് കുഴഞ്ഞു, ക്ഷീണമായി. അപ്പൊ ഇവർക്ക് അകത്തൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് അബദ്ധമായോ, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ പിന്നെ കൈകളിയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല, പഴയ തീക്ഷണതയൊന്നും ഇല്ല. പണ്ടൊക്കെ
പറയാറുണ്ട്, ഞാൻ ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞേച്ചേ കിടന്ന് ഇറങ്ങിയപ്പോ കുറഞ്ഞത് ഞാൻ 5 പേർക്കെങ്കിലും ലഘുലേഖ കൊടുക്കും. മാത്രമല്ല ഞാന് ഒരു വീട്ടിലെങ്കിലും കയറി യേശുവിനെ പറ്റി പറയാതെ മിണ്ടുന്നില്ല. ഞാൻ ആരാധനയ്ക്ക് ചെയ്തു, ദൈവത്തെ ആരാധിക്കും. ഇതൊക്കെ ആരുടെ തീക്ഷണമാണ്. പക്ഷെ അകത്ത് ഈ മടുപ്പ് കയറി കഴിഞ്ഞപ്പോൾ ഇവര് ക്ഷീണിച്ചു, തളർന്നു. ആരംഭത്തിൽ വളരെ തീക്ഷണതയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഴിയുന്നൊക്കെ ഞങ്ങളുടെ കണ്ണ് പോലും ചൂടെടുത്ത് നിനക്ക് തരാം. ഈ പൗലോസിന് കണ്ണിന് അല്പം പ്രയാസം ഉണ്ടായിരുന്ന കണ്ണിന്റെ കാഴ്ചയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയപ്പോൾ ഇത്ര വലിയ അക്ഷരത്തിൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയെന്ന് പ്രചോദനം വന്നത്. കണ്ണിനൽപ്പം പറയാതുകൊണ്ട് വലിയ അക്ഷരത്തിലായിരുന്നു. ഈ ദീനം മാറാൻ വേണ്ടി ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞത്, യേശുവിനെ വിധിക്കട്ടെ, എന്റെ കൃപ നിനക്ക്. ഈ സൗഖ്യമെല്ലാം കിട്ടി, പക്ഷെ കൃപയില്ലെങ്കിൽ എന്താ വിശേഷത? പക്ഷെ സൗഖ്യമില്ലെങ്കിൽ കൃപയുള്ളതാ വിശേഷം. മനസ്സിലായോ? മനസ്സിലായോ? പൂർണ്ണ വിടുതൽ കിട്ടി, ഒരു കൃപയില്ല. വെറുതെ മരംകൊത്തി ഇരിക്കും പോലെ. കണ്ടിട്ടില്ലേ മരംകൊത്തി ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതല്ലാതെ? രാവിലെ മനുഷ്യനെ നടക്കുന്നതാണ്. ലോകത്തിനാണ് ഇങ്ങനെ മരംകൊത്തി ഇരിക്കും പോലെ. എന്റെ പ്രിയരെ, സൗഖ്യമൊക്കെ കിട്ടി, വിടുതലും കിട്ടി, കൃപയില്ലെങ്കിലോ? പക്ഷേ സൗഖ്യം വേണ്ട വിധത്തിൽ കിട്ടിയില്ലെങ്കിലും കൃപയുണ്ടെങ്കിൽ അതാ ഏറ്റവും വലിയ ഭാഗ്യം. കൃപയേ 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 എന്നെ കേൾക്കുന്ന ബഹുമാനായി നിങ്ങളോട് പറയാ, സൗഖ്യമില്ലെങ്കിൽ കൃപയുള്ളതാ നല്ലത്. വീട് വെച്ചില്ലെങ്കിൽ ദൈവകൃപയുള്ളതാ നല്ലത്. വണ്ടി മേടിച്ചില്ലെങ്കിൽ കൃപയുള്ളതാ നല്ലത്. വണ്ടിയുണ്ട്, കൃപയില്ല. ആ വണ്ടിക്കകത്ത് എന്നും അടിയായിരിക്കും. ഞാൻ ഇരുന്നത് അവള് കയറിയിരുന്നു, എന്റെ സീറ്റായിരുന്നത്. സ്തോത്രം. ഞാൻ എന്നെ ഓടിക്കണ്ടേ? അവൻ എന്തിനാ ഓടിച്ച്? ഇവനോട് ആരും പറഞ്ഞു ഗിയർ കൃപയില്ലെങ്കിൽ ആ വണ്ടികൾ എന്നും അലോകമായിരിക്കും. ഇടയ്ക്ക് വെച്ച് ചെല്ല് പറയും വണ്ടി നിർത്തി ഞങ്ങൾ നടന്ന്. പക്ഷെ വണ്ടി ഇല്ലെങ്കിലും കൃപയുണ്ടെങ്കിൽ റോഡിൽ കൂടെ ആ പോകുന്ന പോകത്തെ കണ്ടിട്ടില്ലേ? സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞു. നിങ്ങളെന്നെ ഒന്നും വേണ്ടാതെ കണത്തിനാ കിടക്കുന്നത് കൃപയുണ്ട്. രണ്ട് പിള്ളേരും അല്ലെ ഭർത്താവും വലിയ ഭാര്യയും ആരെങ്കിലും കൊടുക്കുന്നത് വാങ്ങിച്ച് പൂജിച്ച് പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ച് പൈപ്പിലെ വെള്ളവും കുടിച്ച് അവിടെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ സമാധാനമാണ്, കൃപയുണ്ട്. ഒരു റൊട്ടി കിട്ടി, 4 പേരുണ്ട്, 4ആയിട്ട് വിളിച്ചു കൊടുത്ത് എന്ത് സന്തോഷം. കൃപയുണ്ട്. ഫ്രിഡ്ജിനകത്ത് മുഴുവൻ സാധനം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് തുറന്ന മുട്ട താഴെ വീഴും. കൃപയില്ലെങ്കിലോ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? മുട്ടയ്ക്കായിരിക്കും എറിയുന്നത്.
എന്നാരും ഒന്നും മിണ്ടാതില്ല. മരണം കൊണ്ട് പോലെ പോകുന്നു. ദൈവത്തിന് പറഞ്ഞത് നമുക്ക് ആവശ്യം കൃപയാണ്. കഥ പറഞ്ഞു, എന്റെ കൃപ തന്നെ മതി. ബലഹീനതകൾ തികഞ്ഞു വരുന്നതാ ദൈവത്തിന് മനസ്സ്. ആരെ പറഞ്ഞിടില്ല. അപ്പോൾ ഇവര് അകലപ്പത്തിൽ ഇറങ്ങി വന്ന് പിന്നെ ക്ഷീണമായി. അങ്ങനെ ക്ഷീണിച്ച് വശപ്പെട്ടു പോയി ഇവരെ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. നിങ്ങളെ യെരൂശലേം വലിയ പള്ളിയും മഹാപുരോഹിതരെയും പുരോഹിതന്മാരെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പെരുന്നാളുകളെയും ഉത്സവങ്ങളെയും പിന്നെ പുരോഹിത വസ്ത്രമൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ മുമ്പാകെ നടുക്കെട്ട് നിലയക്കി ആ മുടി ഉള്ളക്കി മേലക്കി പിന്നെ മാർപ്പതക്കം കല്ലുകള് ഒത്തിരിയുണ്ട്. പിന്നെ അവിടുത്തെ ആരാധന യാഗങ്ങൾ ഭയങ്കര പഴുതൊക്കെ ഇതെല്ലാം വിട്ടേച്ചല്ലേ നിങ്ങൾ വന്നേ. ഇവിടെ വന്നപ്പോ ഈ പറഞ്ഞ യാതൊരു പരിപാടി ഇവിടെ ഇല്ല. അപ്പൊ ഇവർക്കൊരു ചിന്ത, വിട്ടത് അബദ്ധമായോ? അപ്പൊ പൗലോസ് പറയാറില്ല, അബദ്ധമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രൂത്തിനോട് പറഞ്ഞു, മോളെ കേട്ടോ മോളെ, ഈ മകനെ വിട്ട് എന്ന് പോകണ്ട, ഈ വയലിൽ നിനക്ക് ആവശ്യമുള്ളതുണ്ട്. ഞാൻ ബാല്യക്കാരോട് കൽപ്പിച്ചിട്ടുണ്ട്, ഓടി വെച്ച വെള്ളം കുടിച്ചു പോകണം, ചാത്തിൽ മുക്കി വെച്ച് പോകണം. അത് ഇവിടെ ആരും നിനക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. ഒരു ദോഷവും നിന്നെ പരിപാലിക്കും. അവർ നിന്നെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കത്തില്ല. രാത്രിയുടെ ഭയത്തോയും പകൽ ഭയത്തിന്റെ ഇഷ്ടത്തോയും സംഹാരത്തെ നിനക്ക് പേര് പറഞ്ഞില്ല. നിന്നെ പരിപാലിക്കും. അവർ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ഭരണത്തോയും ആഗമനത്തോയും പരിപാലിക്കും. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വശത്ത് 10,000 പേര് വീഴും. അടിച്ചു വരത്തില്ല. ജീവിതത്തിന്റെ വളരെ വീഴ്ച മാനസികമായി പരിപാലനയിൽ വെറുതെ കാണിക്കും. ഒരു ദോഷവും വരികയാണ്. സകല ദോഷങ്ങളെയും അകലെ മാറ്റി നീനക്ക് സകല ദോഷങ്ങളെയും അകലെ മാറ്റി നീനക്ക് പകതോറും പൂർണ്ണ മകനാ ചോദിയുന്നോണ്ട് പകതോറും പൂർണ്ണ മകനാ ചോദിയുന്നോണ്ട് മകനേ ഉണർന്നു സ്തുതിക്കാം ദൈവത്തെ ഒരു പ്രോത്സാഹനത്താണ് വേണം നിന്നെ പരിപാലിക്കും. നീ വന്നു കയറിയിരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. ദൈവത്തിന് പറയുന്നു. അതെ, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. നമ്മൾ 11-ാം അധ്യായമാണ് വായിച്ചത്, അതിന്റെ 5-ാം വാക്യം. ഒരു വ്യക്തിനെ അവിടെ ആ വാക്യത്തിൽ കാണുന്നത് ആരാ? കാണോ തുടക്കം അങ്ങനെ 5 വിശ്വാസം വിശ്വാസം മതി. വിശ്വാസം എന്തുവാ? വിശ്വാസം പതിനഞ്ച് ഒന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ വിശ്വാസികളാണോ? എന്തായിരിക്കും മറുപടി? വളരെ പറ. അതെ, അതെ, നമ്മളോട് ചോദിക്കുക. മോനെ ശബ്ദം അപ്പൊ ചോദിക്കുക, നിങ്ങൾ വിശ്വാസികളാണോ? അപ്പൊ എന്തായിരിക്കും മറുപടി? അതെ. ഉടനെ അവർ ചോദിക്കാം, എന്തുവാ നിങ്ങളുടെ വിശ്വാസം? എന്നാ പറയും? ഒരാൾ ചോദിച്ചില്ല.
ചോദിക്കാം, നിങ്ങൾ ഏത് സഭയ? ഞങ്ങൾ തിരുവല്ല ഹെബ്രോൻ ചർച്ച്. ആ, എന്തുവാണ് നിങ്ങളുടെ സഭയുടെ വിശ്വാസം? ഒന്ന് ചോദിക്കുക. സഭയുടെ വിശ്വാസം പണ്ട് ഞാൻ ചോദിച്ചു, ഏത് സഭയാ? ഇന്ന സഭ. ആ, എന്തുവാണ് നിങ്ങളുടെ സഭയുടെ വിശ്വാസം? പുള്ളി പറഞ്ഞു, എന്റെ വിശ്വാസമാണ് സഭയുടെ വിശ്വാസം. അപ്പൊ സഭയുടെ വിശ്വാസം തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ചോദിച്ചാട്ടെ, സഭയുടെ നിങ്ങളുടെ വിശ്വാസം? ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു വിശ്വാസമാണ്. എന്നാണ് എന്റെ വിശ്വാസമാണ് സഭയുടെ വിശ്വാസം, സഭയുടെ വിശ്വാസമാണ് എന്റെ സഭയുടെ വിശ്വാസം. അതെന്താ? ഈ ലോകത്തിലുള്ള എല്ലാവരും വിശ്വാസികളാണ്, ഇല്ലേ? പറ, എല്ലാവരും വിശ്വാസികളാണ്. നിരീശ്വരവാദികൾ വിശ്വാസികളാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ കുറച്ചുകൂടെ വിശ്വാസം അവർക്കാണ്, ഇല്ലേ? അതെ, ഏറ്റിക്കോവൂരും ഇടമറുകും നമ്മളെക്കാൾ വിശ്വാസം അവർക്കാ. അതിനാ അവരുടെ വിശ്വാസം തന്നെ ദൈവം ഇല്ലെന്നാ. അങ്ങനെ തന്നെ പറയുന്നത്. നമ്മുടെ വിശ്വാസം തന്നെ ദൈവം എന്നിട്ടിടയ്ക്ക് നമ്മൾ പറയും, ദൈവം എനിക്കൊന്നും കാണുന്നില്ലേ, നീ ഇല്ലേ? എന്റെ അമ്മാമയെ ഞാൻ ചിലപ്പോ ഓർക്കും, ദൈവം ഇതൊന്നും. അപ്പൊ ആർക്കാ വിശ്വാസം? ഞാൻ അമ്മാമയ്ക്കാണോ, സഹോദരിക്കാണോ, നിങ്ങൾക്കാണോ, ഇടമറിനാണോ? ഇടമറിനും ഏറ്റിപ്പോകുമ്പോൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അല്ല ജോർജൂട്ടി ദൈവം ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോ അന്ന് തോന്നുന്നതാണ്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, മരണം വരെ. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ചിലപ്പോ എന്റെ സമയം ഞാൻ ഓർക്കും, ദൈവം ഉണ്ടോന്ന് പോലും മിണ്ടുന്നില്ലല്ലോ. അമ്മയെ ദൈവം ഉണ്ടോ? അമ്മയെ ദൈവം ഉണ്ടെങ്കിൽ ഇരിക്കുന്നൊക്കെ ഒന്ന് അമ്മാവ് പറയും. ഞാനും അത് തന്നെ എങ്കിലും രാത്രി മുഴുവൻ കിടന്ന് ഇന്നത്തെ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള സകല ആൾക്കാരും വിശ്വാസികളാണ്, നിരീശ്വരവാദികൾ വിശ്വാസികളല്ല. വേറെ ഈ വിശ്വാസമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ ഒക്കത്തില്ല. ഒക്കുവോ? പറ, വിശ്വാസമില്ലാതെ ഈ ലോകത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്ക്, ഞാൻ പെന്തക്കോസ്തുകാരുടെ കാര്യമല്ല, നമ്മുടെ ലോകത്തിന്റെ കാര്യമാണ്. ഉദാഹരണം, നിങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു ചായക്കട കയറി ഒരു ചായ തരാൻ പറഞ്ഞ ചായ പഠിക്കും. വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ? അല്ലേ? വിശ്വാസമില്ല. നമ്മൾ ചിന്തിക്കുക, ഇവനതിനകത്ത് വിഷമല്ലോ, കലത്തിൽ കൊണ്ടുപോകും. അപ്പോ വേറെ എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കുമോ? നമ്മൾ ഇന്ന് വരെ ചായക്കടക്കാരനെ കണ്ടിട്ടില്ല, നമ്മുടെ ബന്ധുവല്ല, ആ ഏരിയയിൽ കൂടെ നമ്മൾ പോയിട്ടില്ല. പക്ഷെ ഒരു ചായ വരാൻ പറഞ്ഞ ചായ വിളിച്ച് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കുടിക്കുന്നത്, ഇല്ലേ? ഭാര്യയും ഭർത്താവും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. വിശ്വാസമില്ല, ദൈവമേ ഞാൻ ഇവിടെ കിടക്കുന്നത്, ഇവിടെ ഞാൻ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്ന എങ്ങാനും ഞാൻ ഉറങ്ങാം, എന്റെ പടലിൽ കണ്ടിരിക്കുമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഭാര്യ എന്തിന്റെ ദൈവമേ അകത്ത് കിടക്കുക, ഞാൻ രാത്രി കത്തിക്ക് തന്നെ അയാളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ മിക്കാറ് കുത്താൻ അതൊക്കെ എപ്പോഴാണ് ഇളകുന്നതെന്ന് അറിയാൻ വരാ. അർദ്ധരാത്രി എങ്ങാനും ഇയാൾ ഇളകി എന്നെ കത്തിക്കെങ്ങാൻ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ഒക്കുക. പക്ഷെ രണ്ടുപേരും വിശ്വാസത്താല ഉണ്ടെന്നില്ല. ഈ ലോകത്തിൽ വിശ്വാസമില്ലാതെ ജീവിക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ വന്ന് ഓരോ കസാരിക്കുന്നു, ഞങ്ങൾ അവിടേക്കും വിശ്വാസം. നിങ്ങൾ ചിന്തിക്കുക, അയക്കിടത്തിൽ മൈക്കിന്റെ സ്റ്റാൻഡിടെ തന്നെ തലയങ്ങാൻ അത് പൊട്ടിച്ചാൽ എന്ന് ചിന്തിച്ചാൽ ഈ ഫ്രണ്ടിൽ നാം പിടിച്ചാൽ ഇരിക്കുമോ? ഇരിക്കത്തില്ല, പുറകെ ഇരിക്കുമോ? ഞങ്ങൾ ശേഖരം ചിന്തിക്കുക, ദൈവമേ എങ്ങാനും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇളക്കം കയറി ഇവരെങ്ങാനും വന്ന് ഒരടിയടിച്ചത് ആരെ ഞങ്ങൾ സ്റ്റേജിൽ കാണുകയല്ല. നമ്മുടെ എല്ലാവരും വിശ്വാസത്തിലായിരിക്കും. ഇപ്പൊ ചിന്നമ്മ പോയി കാപ്പി ഇടുക, നമ്മൾ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വിളിക്കുന്നത് ചിന്നമ്മ, ഇല്ലേ? ചിന്നമ്മ എന്റെ ബിന്ന് എന്നങ്ങനെ ചിന്തിച്ചാൽ ഒരു കുഞ്ഞുങ്ങൾ വിശ്വാസം
എല്ലാവർക്കും തമ്മിൽ വിശ്വാസമില്ലാതെ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണ്? ഈ പുതിയ ഉപദേശക്കാർ പറഞ്ഞത് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി, എല്ലാം നടക്കും. എന്ത് ചോദിച്ചാലും ചുമ്മാ വിശ്വസിക്കണം. എന്തുമായി വിശ്വസിക്കണ്ടേ? ആദ്യം പറയണം, എന്തുമാണ് വിശ്വസിക്കേണ്ടത്? വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ഒന്നും കിട്ടുകയല്ല. എന്തുപോലെ എല്ലാം വിവരിക്കുന്നില്ല. വിശ്വസിക്കുന്നത് കർത്താവുമാണ് നാം വിശ്വസിക്കേണ്ടത്. കർത്താവ് എന്താണ് പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിക്കണം. അതാ വിശ്വാസം. അതെ, വാക്യങ്ങളെല്ലാം എടുത്ത് പറയുന്നില്ല. ഈ വിശ്വാസം എങ്ങനെയാ വരുന്നത്? വിശ്വാസം എങ്ങനെയാ വരുന്നത്? വിശ്വാസം കേൾവിയാണ്. ആ കേൾക്കുന്നത് എന്തായിരിക്കണം? നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷതയാ. ചുമ്മാ അതിമിനും കേട്ടുകൊണ്ട് അറിയല്ല, വചനം കേട്ട് വേണം വിശ്വസിക്കാൻ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വായിച്ച 10:17 വായിച്ചത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. 10 തമ്മിൽ ഒരുപാട് വരിക. റോമാലേഖനം 10:17. കാരണം ഈ ദിവസത്തിൽ ധാരാളം 10 കിടപ്പുണ്ട്. ഒന്നുകൂടെ വായിച്ചു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഓർമ്മ ഉണ്ടോ? വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാ. ആ കേൾക്കേണ്ടത് എന്തുവാ? ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വിശ്വാസം. അതാ വിശ്വാസം. ദൈവമക്കളെ, ദൈവമക്കളുടെ വിശ്വാസം ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വിശ്വാസം. വചനം വിട്ടുള്ള വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. നമ്മൾ ഏത് കാര്യം വിശ്വസിച്ചാലും ഏത് കാര്യം ചോദിച്ചാലും അതിന് അടിസ്ഥാനം തിരുവചനമാണ്. അല്ലാതെ പുതിയ ഉപദേശക്കാരുണ്ട് നമ്മൾ എന്തും വിശ്വസിച്ചാൽ നമ്മളെ വിശ്വസിക്കണമെന്നോ എന്ത് വേണേ അങ്ങനൊന്നും വേദപുസ്തകത്തിൽ പ്രമാണമില്ല. ശരി പടത്തില് മോളി നമ്മൾ എന്ത് വിശ്വസിച്ച് ചോദിച്ചാലും പിന്നെ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാണ്. ആ കേൾക്കുന്നത് എന്തായിരിക്കണം? ദൈവത്തിന്റെ വചനം. ആ വചനപ്രകാരമുള്ളത് ചോദിച്ചാൽ സൂത്രത്തിൽ. അതാണ് വിശ്വാസം, നമ്മുടെ വിശ്വാസം. വിശ്വാസവീരന്മാരുടെ പട്ടിക പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാം. എന്തുവാണ് അബ്രഹാമിന്റെ വിശ്വാസം? ചുമ്മാ കണ്ണടക്കായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, വിശ്വാസം. ഇടക്കിടക്ക് ഞെട്ടുന്നു. അതാണ് എന്തുവാ അബ്രഹാമിന്റെ വിശ്വാസം? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചില വാഗ്ദത്തം കൊടുത്തു, അത് വിശ്വസിച്ചു. എന്നാൽ അബ്രഹാം കുറെ കാര്യം വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിയതല്ല. ആണോ? അല്ലല്ല. അബ്രഹാമിനോട് ദൈവം ചില കാര്യം പറഞ്ഞു. ആ കാര്യം അബ്രഹാം വിശ്വസിച്ചു. ആ അവന് നീതിയായിട്ട് കണക്കിട്ടു. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായത്. അല്ലാതെ ഞാൻ രാവിലെ എത്രയായപ്പോ കുറെ ലിസ്റ്റുമായിട്ട് ഇറങ്ങി വിശ്വസിച്ചോണ്ട് ഒന്നും കിട്ടത്തില്ല.
തുടങ്ങിയിട്ട് 10, 20, 40 കൊല്ലം എന്തോ കിട്ടി. ഇപ്പൊ ഇടയ്ക്ക് തെറ്റിയ പറഞ്ഞ ഇനിയും കിട്ടുവാന്ന്. കിട്ടുന്ന മേടിച്ചു. എന്നതാണ് വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് ദൈവം അരുളി ചെയ്തത് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ കാര്യം ദൈവം നടത്തി തരും. വിശ്വാസം, നമ്മുടെ വിശ്വാസം. അല്ലാതെ ഞാനും നിങ്ങളും രാത്രി അല്ലെങ്കിൽ വെളുക്കാൻ നേരത്ത് വെളുപ്പിനെ കുറെ കാര്യവും വിശ്വസിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങിയിരിക്കുക. ഒരു ഡെഡ് ബോഡി വെച്ചോണ്ട് എത്ര എണ്ണം കിടന്ന് ആലൊരു കൂടി എവിടെ ഉയർക്കാനാണ്? ആള കടന്നു കുഴഞ്ഞു, ആൾക്കന്മാര് കടന്നു കുഴഞ്ഞു, മുഴുവൻ കിടന്നു കുഴഞ്ഞു. ഇത് ദൈവം വല്ലതും പറഞ്ഞതാണോ? ഇവർക്ക് മനസ്സിൽ തോന്നി ഈ ഡെഡ് ബോഡി അവർക്ക് തോന്നിയ ദൈവം പറഞ്ഞതല്ല. ദൈവം പറഞ്ഞതായിരുന്നെങ്കിൽ അയ്യോ കർത്താവ് പറഞ്ഞു ലാസർ മരിച്ചിട്ടില്ല. ലാസർ ചെന്നു മരിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു മരിച്ചിട്ടില്ല. അത് കാണുന്നു. കർത്താവ് പറഞ്ഞു. പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ടാണ് ചെയ്തത്. ഏതൊരു പ്രവാചകന്മാർ രാവിലെ തുണി മാറി കുറെ എണ്ണം നടക്കും. ഒരു വായു തൂക്കി കട്ടപ്പുറത്ത് കൊണ്ടിരിക്കും പോലെ. എന്നിട്ട് ആരുടെ എവിടെയും കയറി അതിനൊന്നുമല്ല. ഇവിടെ ഒരു ബന്ധനമുണ്ട്, അഴിക്കാനാണ് ഞാനിങ്ങോട്ട് ഈ പറയുന്ന പുള്ളിയുടെ ബന്ധനം ഇതുവരെ അത് മുഴുവൻ വിളിക്കുമ്പേ കുരുക്കാം. മിണ്ടത്തില്ല. എന്നെ മിണ്ടാത്ത മിണ്ടണ്ട. സ്തോത്രം. നിങ്ങളിപ്പോ ചിന്തിക്കാം, അതില്ലാതെ ഞാനിന്ന് വെള്ളിയാഴ്ചക്ക് വരികയും ചെയ്തു. രാവിലെ പോകാൻ തന്നെ ആദ്യം ചിന്തിച്ചത് അത് മതിയായിരുന്നു. ചെന്ന് ഇയാളെ തല്ലി മേടിക്കണ്ടേ? എന്തിനായിട്ട് പറയുന്നത്? നീയെ തെറ്റിപ്പോകരുത്. അതിലും കേട്ട് നീ കുഴയരുത്. അതിലും കേട്ട് നീ കുഴയരുത്. അതിനായിട്ട് പറഞ്ഞു തന്നെ. നമ്മുടെ വിശ്വാസമല്ല, ദൈവം പറയുന്ന കാര്യം നീ വിശ്വസിക്കണം. അത് ദൈവം നിറവേറ്റി തരും. കഥാപാത്രത്തിന് ആശ്രയം എടുത്തിട്ടില്ല. തോമസൊക്കെ പറഞ്ഞ് നമുക്ക് പോയി ചാകാൻ ആശ്രയം ചേർത്തു. നമുക്ക് ചാകാം. അവിടെ തന്നെ കർത്താവ് പുറത്തു വരാൻ പറഞ്ഞില്ല. ആശ്രയം അന്നേരം പുറത്തു വന്നു. അത് കർത്താവ് പറഞ്ഞതുകൊണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞാൽ അത് നടക്കും. കർത്താവ് പറയുന്നതാ ഞാൻ നിങ്ങളും വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിച്ചാൽ സൂക്ഷ നടന്നിരിക്കും. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട്. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കണം. വാര്യാപനം പറഞ്ഞതല്ല വിശ്വസിക്കേണ്ടത്. കൂടൽ കുഞ്ഞുഞ്ഞു പറഞ്ഞതല്ല. പലവടി കുഞ്ഞുഞ്ഞും എടത്തുവാ കുഞ്ഞുഞ്ഞും അഞ്ചൽ ജോർജ് കുട്ടി, മിന്നൽ ജോർജ് കുട്ടി, ജോർജ് കുട്ടി, പൂളക്കുടി തങ്കമ്പേ, 14 തങ്കമ്പേ, ജ്ഞാനലീലാമ്പേ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. പെണ്ണുങ്ങളാ അമ്മ വായി വരുന്നതൊക്കെ. കോക്കടെ കുഞ്ഞമ്മ എന്നോട് കുഞ്ഞമ്മ എന്തെല്ലാം കാര്യം പറഞ്ഞു. ആനിലത്താനെ കീഴ്പറങ്ങിച്ചെന്നോട് പഴയ ആളുണ്ടെന്ന് ആനിലത്താനം കണ്ടിട്ടുണ്ടായില്ലേ? അവരിലും പറഞ്ഞതല്ല. അനീകരണോടെന്ന് പറഞ്ഞു, ചിന്നൂന്നു എന്ന് പറഞ്ഞു, അനീഷ്കാമാനം പറഞ്ഞു, പുനലൂർ ഞാനും സാമച്ചനും കുടിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ അവസരം പോലെ എല്ലാം വർത്താനം പറഞ്ഞു. അതൊക്കെ ഞങ്ങളുടെയൊക്കെ ഇഷ്ടാനിഷ്ടത്തിനൊക്കെ
കോള് കൊള്ളിച്ച് ചേർത്തും പപ്പനും പപ്പും തൂവലും തൊങ്ങനും പൊടിപ്പും ഒക്കെ വെച്ച് പറയും. പക്ഷെ ദൈവം നിന്നോട് എന്നാ പറഞ്ഞു? നീ അത് വിശ്വസിക്കണം. അതാണ് വിശ്വസിക്കുന്നത്. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ചുമ്മാ പേക്കിനാവനാണിത്. ആ വെളുവിനാണെന്നാണിത്. വിവരങ്ങളൊന്നും വിളിച്ച് പണ്ടൊരാളെ സമച്ച് പറഞ്ഞപ്പോൾ ഒരു അമ്മ പറഞ്ഞു, അച്ഛനെ പറ്റി ഞാൻ വെളിപ്പാട് കണ്ടു. അപ്പൊ ചെന്നുവാ ഒരു വലിയ കൂടച്ചക്ക. കണ്ട വെളിപ്പാട്. അച്ഛൻ അത് മര്യാദക്കാരനാ. ഈ തള്ളമാരെന്ന് പറയാ ആ ഒരു കൂടച്ചക്ക പുള്ളി ഒന്നും വേണ്ടില്ല. പുള്ളി ഇരുന്നപ്പോ വേറെ അച്ചായനെ പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം. അത് അച്ചായനെ പറ്റിയല്ല, അമ്മാമിയെ പറ്റിയാ. ചക്ക മുഴുവൻ മുള്ളാന്ന് പറഞ്ഞു. ഈ തള്ളയോട് ഒരു നേരത്തിൽ അടുക്കാൻ മുഴുവൻ മുള്ള. രണ്ട് പൊളന്നാൽ അതിലേക്ക് പൊട്ടിപ്പിടിക്കുക. കണ്ടതില്ല. ഒരു കാര്യം മനസ്സിലായോ? അതിനും രണ്ടേക്ക് പറയരുത് വെളിപ്പാടാ, ദർശനമാ, പ്രവചനമാ. എന്നോട് മറ്റൊരാൾ പറഞ്ഞു ഉള്ളിൽ കമത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 3-4 കമത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെ ഞാൻ മേടിച്ച് വന്നിട്ട് 1 മലത്തി വെച്ചിരിക്കുക. 3 ഞാൻ ഇത്ര കേസ് ഒന്നും ഇവിടെ ചെലവാക്കുകയാണ്. ചെലവാ എന്തുവാ വിശ്വസിക്കേണ്ടത്? വചനം. വിശ്വാസം കേൾക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു പയ്യനോട് എന്ന് പ്രവചനം വീട്ടുകാരോട് പറഞ്ഞു, മോന്റെ കല്യാണം അമേരിക്കയാണ് നടക്കുന്നത്. നോക്കിയിരിക്കുക 35 അതിനിടയ്ക്ക് വേറെ ഒത്തിരി ആലോചന. ദൈവം പറഞ്ഞു. ദൈവം ഒന്നും പറഞ്ഞല്ല. പറഞ്ഞ ആരാണ്ടെല്ലാം ചെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കല്യാണം മഞ്ഞ് പെയ്യുന്ന കാശ്മീരിലായി. അവിടെ മഞ്ഞില്ല. ആ മഞ്ഞല്ലേ? കാശ്മീരിലെ മഞ്ഞല്ലേ? കാനഡയിൽ മഞ്ഞുള്ളോ? മഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ വന്ന് ഞാൻ എല്ലാവരും മരുന്ന് സഹകരിക്കുകയും ചെയ്യണം. ആവശ്യമില്ലാത്ത ഒരു കേസ് എടുത്തേക്കരുത്. സ്വന്തം ചേട്ടൻ കൂടെ കൊമ്പ് ഓർപ്പിച്ചു. പ്രവചനം പറഞ്ഞാണ് ചേട്ടത്തി കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്. ആർക്ക്? അനിയത്തിക്കെതിരെ. അങ്ങനെ അനിയത്തി പ്രവാചകൻ ഇവിടെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചെങ്ങനുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് അവരോട്. ഞാൻ ചോദിച്ചു ദൈവാത്മാവ് അമ്മാമ്മയോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല. ആ ദൈവദാസൻ കൂടി. ഞാൻ പറഞ്ഞു അവനിപ്പോ യാന്താന്ന് പറഞ്ഞു. അവന് ഉണ്ടെന്നില്ല. എടാ സഹോദരങ്ങളെ ഭിന്നിപ്പിക്കുകയും മാതാപിതാക്കളെ ഭിന്നിപ്പിക്കുകയും അവൻ ഒരു സഭയിലുള്ളവരെ തമ്മിൽ ചിത്രിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവ് ദൈവാത്മാവാണോ? അല്ലല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷത്തിനാണല്ലോ. ഇത് സ്നേഹത്തിന്റെ ആത്മാവാണ്. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്, തലകത്തിന്റെ അല്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അടുക്കളോ ഇങ്ങനെയുള്ള ചേമ്പുമായി താഴേക്ക് വന്നാൽ തലത്തിനകത്ത് വെള്ളം ഇട്ടുകൊണ്ട് ഇരിക്കലിട്ടോട്ടിട്ടോ ചേമ്പ് നമുക്ക് ഇപ്പൊ തന്നെ വേവിക്കാം. വേണ്ട. ഇത്ര കേസ് വല്ലതും വരികയാണെങ്കിൽ അന്നേരം എന്നെ വിളിച്ചോണ്ട് പറയണം. എന്നെ കൂടെ ഒന്ന് വിളിക്കുക. പ്രാർത്ഥനയല്ലേ? ഈയിടെ ഒരു സ്ഥലത്ത് നടന്ന കാര്യം. ഈയിടെ 2 മാസം മുമ്പ് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞാൻ ചെന്നപ്പം കൊമ്പ് കോർത്തിരിക്കുക. എന്നുവെച്ച് ബന്ധനം അടിയാനായിട്ട് പറഞ്ഞു. സ്തോത്രം. 14 വെള്ളിയാഴ്ച വെള്ളം പോലും കുടിക്കാതെ ഞാൻ പറഞ്ഞ് തള്ളയാൻ നിങ്ങൾക്ക് വല്ല അവസരം ഉണ്ടാകും. അവന് വട്ടാന്ന് പറഞ്ഞു. എന്നിട്ട്
ഇവിടെ ചെലവാക്കേണ്ട പൈസയും സാധനം എല്ലാം ഇവര് കൊടുത്തേക്കാം. അങ്ങനെയുണ്ട്. നിങ്ങൾ തന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതാണ്. ചതിക്കരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്, ആവശ്യമില്ലാത്ത ഒന്നും കേട്ട് ദൈവമക്കളെ ആകരുത്. എന്തുവാ വിശ്വസിക്കേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കണം. എന്തുവാ വിശ്വസിച്ച് ചോദിക്കേണ്ടത്? കർത്താവ് പറഞ്ഞതേ ചോദിക്കാവൂ. അതാ വിശ്വസിക്കണ്ടേ. പ്രവാചകനും പ്രവാചകൻ വെളിപ്പാടുകാരും പറയുന്നത് അല്ല വിശ്വസിക്കേണ്ടത്. ദൈവം നിന്നോട് എന്തോ പറഞ്ഞു. ഈ ദൈവം പറയുന്നതെല്ലാം ദൈവ വചനത്തിൽ കൂടാണ്. വചനത്തിൽ കൂടാ. ആ പ്രവചനം കേൾക്കുമ്പോൾ ഇത് വചനപ്രകാരമുള്ള പ്രവചനമാണോ? പ്രവചനം നിന്നിട്ടില്ല, വെളിപ്പാടും നിന്നിട്ടില്ല, ദർശനവുമുണ്ട്. പക്ഷെ ആ വെളിപ്പാടും പ്രവചനവും വചനമൊക്കെ ഈ വചനത്തിൽ നിരക്കുന്നതായിരിക്കണം. ഇത് കിട്ടുന്നതൊന്നും ദൈവത്തിന്റെ അല്ല. അതെല്ലാം സ്വയത്തിൽ നിന്നും സ്വാർത്ഥതയിലൊക്കെ വരുന്നതാണ്. ദൈവമക്കൾ അതൊക്കെ നന്നായിട്ട് വിവേചിച്ച് വേണം. ഇല്ല ഈ വഴി അപ്പോൾ നമ്മൾ എന്തുവാ വിശ്വസിക്കേണ്ടത്? കർത്താവ് പറയുന്നത് വിശ്വസിക്കണം. കർത്താവ് എന്നാ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നെ ഒരു നാളും, അത് വിശ്വസിക്കണം. കർത്താവ് എന്നാ പറഞ്ഞത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നില്ല, അത് വിശ്വസിക്കണം. കർത്താവ് എന്നാ പറഞ്ഞത്? ലോകാവസാനത്തോടെ എല്ലാ നാളും, അത് വിശ്വസിക്കണം. കർത്താവ് എന്നാ പറഞ്ഞത്? ദീനത്തിൽ നിന്നെ കിടക്ക ഞാൻ, അത് വിശ്വസിക്കണം. കർത്താവ് എന്നാ പറഞ്ഞത്? നിന്റെ മാത യഹോവയുടെ, അത് വിശ്വസിക്കണം. ഇതൊക്കെയാണ് വിശ്വസിക്കണ്ടേ. അല്ലാതെ അവര് വരും പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം പോകും, നിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകും, നീ കടന്ന് കുഴയും, അവസാനം കാര്യം കൈവിട്ടടിക്കും, കർത്താവ് നിന്നെ തല്ലും, പിള്ളേര് നിന്നെ ഏറ്റും, അമ്മായിമ തവിക്കണക്ക് നല്ല കുത്ത്. അമ്മായിമയില്ലല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. വായിക്കേ, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17 ഒന്ന് വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്തവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടി. അപ്പൊ കണ്ടോ, അപ്പോഴേ ആരെയാണ് വിശ്വസിച്ചത്? ദൈവത്തെയാണ് വിശ്വസിച്ചത്. ദൈവത്തെ വിശ്വസിച്ചു. ഏതെങ്കിലും വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. ആ വചനം വിശ്വസിക്കണം. വചനമാ ദൈവം, ദൈവമാണ് വചനം, അത് വിശ്വസിക്കണം. ഇത് വേറെ പുസ്തകം വായിക്കത്തുമില്ല, തുറക്കുകയില്ല, കൊണ്ടുവരികയില്ല, അന്നായിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കത്തുമില്ല, വായിക്കത്തുമില്ല, ചുമ്മാ അത് കണ്ണു അടച്ച് മുടി ഇരിക്കുമ്പോൾ ഇരിക്കുക പാടത്ത്. വചനം വിശ്വസിക്കണം. ഞാനിവിടെ പറയും, ഞങ്ങൾ ഉപദേശമാര് ഇവിടെ പ്രസംഗിക്കുന്നു, വചനത്തിലില്ലാത്ത ഒന്നും നിങ്ങൾ അംഗീകരിക്കരുത്. ഇവിടെ ഏത്